പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും പ്രത്യേക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടന്നു വരുന്ന ദൈവജന പഠന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ തോമസ് റിയാൻ അവറുകൾ, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ വിവിധ മേഖലകളിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാ ചൊവ്വാഴ്ച തോറും ദൈവജനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന വിലയേറിയ സാവകാശങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 6 എപ്പിസോഡുകളായിട്ട് ദൈവജനം പഠിച്ചുകൊണ്ടിരിക്കുക. തുടർന്നും നമുക്ക് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുക്കൽ വിളിച്ച് അവർക്ക് നൽകുന്ന ചില നിയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി എന്നീ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ മഹാനിയോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മളത് അല്പാൽപമായി ഇത് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വേദവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. തികച്ചും യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നാൽ ആ ശിഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് സമയവും കർത്താവായ യേശു ക്രിസ്തു ആ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ആ ശിഷ്യനെ തൻ്റെ അടുക്കൽ വിളിക്കും. കാരണം വിളിക്കുവാനുള്ള എല്ലാ അധികാരവും ഗുരുവായിരിക്കുന്ന കർത്താവിനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ 3-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13 മുതൽ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ യേശു ശിഷ്യന്മാരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. യേശുവിൻ്റെ അടുക്കിലേക്ക് യേശു വിളിക്കുന്നത് ആരെയാണ്? തുടർന്നുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെന്ന നിലയിൽ, അപ്പോസ്തലന്മാരെന്ന നിലയിൽ ചിലരെ കാണുന്നെങ്കിലും ആ പദപ്രയോഗം ശ്രദ്ധിക്കുക. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ധാരാളം ശിഷ്യന്മാർ യേശുവിന് അല്ലെങ്കിൽ യേശുവിൻ്റെ അനുഗാമികളായിട്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും യേശുവിന് ഇവിടെ ആവശ്യമായിരിക്കുന്നത് തനിക്ക് ബോധ്യപ്പെട്ട ചിലരെയാണ്. ആ ബോധിച്ചവരെ യേശു വിളിക്കുകയാണ് ഇവിടെ. അടുത്ത വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ അവൻ്റെ അരികെ വന്നു. അപ്പോൾ ബോധിച്ചവരെ യേശു വിളിച്ചു. ആ വിളി കേട്ട് അവർ യേശുവിൻ്റെ അരികെ വന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേർ യേശുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറ്റു പലരും യേശു വിളിച്ചിട്ടും വിളി കേൾക്കാത്തവരെ പോലെ ആ വിളിയെ സ്വീകരിക്കാതെ തങ്ങളുടേതായ നിലകളിലേക്ക് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ആ വിളി കേട്ടവർ, വിളിച്ചവർ, അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ അരികെ വന്നു. നിശ്ചയമായും ഗുരുവായിരിക്കുന്ന യേശു വിളിക്കുമ്പോൾ അനുസരിക്കുന്ന ശിഷ്യന്മാർ
അവർ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കും. ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളമായിരിക്കുന്ന ഒരു അനുഭവം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ബോധിച്ചവരെ വിളിച്ചു, ആ വിളിച്ചവരെല്ലാം യേശുവിൻ്റെ അരികെ വന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വന്നവരെ സംബന്ധിച്ചുള്ള യേശുവിൻ്റെ ആ വലിയ അവരിലൂടെ ദൈവം കർത്താവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ച കാര്യം എന്താണ്? 14-ാമത്തെ വാക്യം, തന്നോടുകൂടെ ഇരിക്കുവാൻ. ഒന്നാമത്തെ അവരെ വിളിച്ച് തൻ്റെ അരികിലേക്ക് യേശു കൊണ്ടുവന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. വേറൊരു പരിഭാഷയിൽ ഇങ്ങനെ നമ്മൾ അതിനെ കാണുന്നുണ്ട്, യേശുവിനോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ യേശു വിളിച്ചത്. ഇന്ന് പലപ്പോഴും യേശുവിനോടൊത്തിരിപ്പാൻ, യേശുവിനോടുകൂടി ആയിരിക്കാൻ ശിഷ്യനെന്ന് പേർ കൊണ്ട പലരും മടിക്കുമ്പോൾ, ഇവിടെ ബോധിച്ച തനിക്ക് ഇഷ്ടപ്പെട്ട ചിലരെ വിളിച്ച് അവർ യേശുവിൻ്റെ അടുക്കലേക്ക് അവരെ വരുത്തി അനന്തരമായി അവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അടുത്തത് ഇങ്ങനെ വായിക്കുന്നു, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ. പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ. അപ്പോൾ യേശുവിനോടുകൂടെ ആയിരിക്കുക മാത്രമല്ല ഈ ബോധിച്ചവരെ യേശു വിളിച്ചതിൻ്റെ പിൻപിലെ ആവശ്യമെന്ന് പറയും. കാരണം ഇവിടെ നമുക്കൊരു ദൗത്യ നിർവഹണത്തിൻ്റെ ഒരു ചിന്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇവിടെ ശിഷ്യന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത്? 2-ാം ഭാഗം ഇങ്ങനെ വായിക്കുന്നു, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ. അപ്പോൾ ഒരു ശിഷ്യനാണെങ്കിൽ നിശ്ചയമായിട്ടും അവനിലുള്ളതായ ദൗത്യം എന്ന് പറയുന്നത് പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മഹാനിയോഗത്തിൻ്റെ ലക്ഷ്യം മത്തായി സുവിശേഷത്തിൻ്റെ 28-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ 18 മുതൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോൾ അവിടെ ഒരു പദം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, ഉപദേശിക്കുക. അപ്പോൾ മർക്കോസ് നമ്മളിവിടെ കണ്ടത് എങ്ങനെയാണ്? പ്രസംഗിക്കേണ്ടതിന്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചില അവസരങ്ങളിലൊക്കെ ശിഷ്യന്മാർ തങ്ങൾ ഗുരുവിൽ നിന്ന് പഠിച്ചതായ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവരും, അതേ ശിഷ്യന്മാർ ചില അവസരങ്ങളിൽ യേശു തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് പ്രസംഗിക്കുന്നവരുമായി മാറുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ കാണാൻ കഴിയുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ എന്ന് പേർ കൊണ്ട ഓരോ വ്യക്തിക്കും പ്രസംഗവും പഠിപ്പിക്കലും അവൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഒരു ഭാഗമാണ്. വീണ്ടും മത്തായി സുവിശേഷത്തിൽ കാണുന്നത്, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ആർക്ക് കൊടുക്കുന്ന നിയോഗമാണിത്? യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ഈ നിയോഗം. എന്നിട്ട് പറയുന്നത് എന്താണ്? സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്ന ആ ഒരു വ്യക്തിക്ക് മറ്റ് പലരെയും യേശുവിൻ്റെ അതേ ശിഷ്യന്മാരാക്കി മാറ്റുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം അവരിലുണ്ട് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസിൻ്റെ പ്രാരംഭ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ശിഷ്യത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു തുടർമാന പ്രക്രിയയാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഒരാളിൽ അവസാനിക്കുന്നതല്ല. അതിങ്ങനെ തുടർമാനമായിട്ട് ഒരാൾ മറ്റൊരാളെ യേശുവിൻ്റെ ശിഷ്യനാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി മറ്റൊരാളെ, പിന്നെ ആ വ്യക്തി വേറൊരാളെ, അങ്ങനെ തുടർമാനമായിട്ട് ഒരു ശിഷ്യത്വത്തിൻ്റെ ഒരു ക്രമം നമുക്ക് കാണുവാൻ കഴിയും. അത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മളത് കണ്ടതാണ്. അപ്പോൾ
മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, എന്തുകൊണ്ടാണ് യേശു അവരെ അല്ലെങ്കിൽ ബോധിച്ചവരെ തന്റെ അടുക്കൽ വിളിച്ചത്? തന്നോടുകൂടി ആയിരിക്കുക മാത്രമല്ല, പ്രസംഗിക്കേണ്ടതിന് അവരെ അയക്കണം. അപ്പോൾ അയക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ദൗത്യം. അവർ യാത്രകൾ ചെയ്യേണ്ടവരാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അതിന് പ്രത്യേക സ്ഥല പരിധി നിശ്ചയിച്ചിട്ടില്ല. പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും, മൂന്നാമത്തെ ചിന്ത ഇതാണ്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് യേശു ഇഷ്ടപ്പെട്ടവരെ, ബോധിച്ചവരെ യേശു വിളിച്ചു വരുത്തിയതിൻ്റെ പിന്നിലെ ചില കാരണങ്ങളിൽ മൂന്നാമത്തെ എന്താണ്? ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ. അപ്പോൾ അവർ പ്രസംഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ പ്രസംഗിക്കേണ്ടവരാണ്, യേശുവിലൂടെ ആയിരിക്കേണ്ടവരാണ്. മാത്രമല്ല ചില അധികാരത്തോടുകൂടെ അവർ പുറപ്പെടേണ്ടവരാണ്. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെ, അധികാരമില്ലാതെ നമുക്ക് ഒരു കാലഘട്ടങ്ങളിൽ ഒരിക്കലും ദൗത്യം കൃത്യതയോടെ ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറിയവരെല്ലാം യേശു അധികാരം ഫലം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന അധികാരം എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും. അപ്പോൾ അവർ കണ്ടുമുട്ടുന്ന, അവർ സമീപിക്കുന്ന ആളുകൾ ഈ വിധത്തിലുള്ളതായ ഭൂതാത്മാ ബാധിതരായിരിക്കുന്ന ആളുകളുമായിട്ട് ഒരു പക്ഷേ എന്നുള്ളതല്ല, അവർ തങ്ങളുടെ ദൗത്യ നിർവഹണ രംഗങ്ങളിൽ കണ്ടുമുട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ കർത്താവ് അവർക്ക് നൽകുന്ന അധികാരം അവിടെ ചെലുത്തുവാനുള്ള ഒരു ദൗത്യവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വിളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. യേശു എന്തിനാണ് അവരെ വിളിച്ചത്? എന്തിനാണ് ബോധിച്ചവരെ യേശുവെ തൻ്റെ അടുക്കൽ വിളിച്ചത്? 1, യേശുവിലൂടെ ആയിരിക്കാൻ. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിന് വേണ്ടി. 3, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന അധികാരങ്ങളും നിയോഗങ്ങളെല്ലാം അവരുടെ ദൗത്യ നിർവഹണ മേഖലകളിൽ അവർ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അത് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ യേശു പോലും അവരെ ചിലത് പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേ സുവിശേഷം തന്നെ, മർക്കോസിന്റെ സുവിശേഷം തന്നെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശു ഒരിക്കൽ ഈ ശിഷ്യന്മാരെ പടക് കയറ്റി അക്കരയ്ക്ക് യാത്രയാകാൻ പറയുന്നൊരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം മുതലാണ്. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവരവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പകലത്തിൽ ഭയങ്കര ശുശ്രൂഷകളും ഒക്കെ കഴിഞ്ഞിട്ട് ഭക്ഷിപ്പാൻ പോലും സമയം അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ യേശുവോട് പറയുന്നു, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് പോയി അല്പനേരം വേറിട്ടിരുന്ന് ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരെ അനുവദിച്ചുകൊണ്ട് അവർ പറഞ്ഞു വിടുകയും. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ 33-ാമത്തെ വാക്യം, അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി, അവർക്ക് മുമ്പേ എത്തി. അപ്പോൾ ഇവർ പോകുന്നത് അറിഞ്ഞിട്ട് അനുഗമിച്ചതായ പുരുഷാരം ഇവർക്ക് മുമ്പേ തന്നെ എന്ത് ചെയ്തു? പടക് കയറി അവരെങ്ങോട്ടാണോ പോകുന്നത് ആ ദേശത്തേക്ക് അവർക്ക് മുമ്പായിട്ട് അവരെത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ കർത്താവ് എവിടെയാണ്? അവൻ പടയിൽ നിന്ന് ഇറങ്ങിയാറ് വലിയ പുരുഷാരത്തെ കണ്ട് അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി.
ഈ അവസരത്തിൽ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ, അവർ റെസ്റ്റ് എടുക്കുവാൻ പറഞ്ഞു വിട്ട കർത്താവ് എന്ത് ചെയ്യാണ്? പുരുഷാരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുക. അത് മാത്രമല്ല, അവരുടെ ആ അവസ്ഥ കണ്ട് യേശു മനസ്സലിയുന്നൊരു രംഗമുണ്ട്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവർ മനസ്സലിഞ്ഞു. ഇവിടെ ചിലത് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈ പ്രത്യേക സാഹചര്യം അവിടെ ഒരുക്കുന്നത് കാണാൻ കഴിയും. തൻ്റെ അടുക്കിലേക്ക് തനിക്ക് ബോധിച്ചവരെ വിളിച്ചു വരുത്തിയിട്ട് തൻ കർത്താവിനോട് കൂടെ ഇരിപ്പാനും അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനൊക്കെ യേശു അവരെ അടുക്കൽ വിളിച്ച് അനന്തരമായി അവരെ പറഞ്ഞു വിടുമ്പോൾ ചില അത്ഭുതങ്ങൾ അവരെ കാണിക്കുന്നതിന് വേണ്ടി കർത്താവ് ഈ സന്ദർഭത്തോട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ പലതും ഉപദേശിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 35 വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ നേരെ നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, അപ്പോൾ യേശുവിൻ്റെ വാക്കിൻ പ്രകാരം അവർ വേറിട്ടിരുന്ന അല്പം ഏകാന്ത സ്ഥലത്ത് ആശ്വസിച്ച് അനന്തരമായി അവരെല്ലാവരും യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അതാണ് നമ്മൾ 35 വായിക്കുന്നത്. അവൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുന്നൊരു രംഗമാണ്. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അധികാരത്തോടുകൂടെ ചില അധികാരം നൽകിയാണ് യേശു ഈ ശിഷ്യന്മാരെ അയക്കുന്നത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അത് കണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിന് മുൻപ് ശിഷ്യന്മാർ പോലും നിസ്സഹായരായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. എന്താണ് അത്? അവർ പറയുന്നത് ഇത് നിർജ്ജന പ്രദേശമല്ല. അപ്പം ഞാൻ ആദ്യം ഓർപ്പിച്ചിരുന്നു, ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുവന്നതിൻ്റെ പിൻപിൽ യേശുവിന് ചിലത് ഇവരെ നേരിട്ട് കാണിപ്പാൻ, പഠിപ്പിക്കുവാനുള്ള ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ചിലത് യേശുവിനെ കാണിച്ചു കൊടുക്കണം, പഠിപ്പിക്കണം. അവിടെ സ്വന്തം കണ്ണുകളാൽ ചിലത് കണ്ടുപഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യം എന്താണ്? അവർ പറയുകയാണ് ഇത് നിർജ്ജന പ്രദേശമാണ്. നമുക്കറിയാം, ഒറ്റ വ്യക്തി പോലും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലും കണ്ടുകിട്ടാനില്ലാത്തൊരു സ്ഥലമാണ് നിർജ്ജനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അവർ പറയുന്നൊരു ഭാഗം ഇത് നേരം വൈകിയിരിക്കുക, ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിൽ പോകട്ടെ. അപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ അവർ നിരത്തുകയാണ്. അവർ പുരുഷാരത്തിൻ്റെ സ്ഥിതി അവർ മനസ്സിലാക്കിയിട്ട് യേശുവിനോടായിട്ട് അത് പറയുകയാണ്. എന്നാൽ യേശു അവരുടെ സ്ഥിതി ഇവരെക്കാൾ മുന്നമേ അറിഞ്ഞ സാക്ഷാത് ദൈവപുത്രനാണത്. എന്നാൽ ഇവിടെ യേശുവിന് ചിലത് ഇവരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാകയാൽ ആ പ്രത്യേക സാഹചര്യത്തെ കർത്താവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആ സാഹചര്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അവർ പറയുന്നത് നിർജ്ജന പ്രദേശമാണ്, മാത്രമല്ല നേരവും നന്നേ വൈകിയിരിക്കുക, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. അപ്പോൾ ഒരു മാനുഷിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഈ സ്ഥിതി അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ ഒരു വ്യക്തി മനസ്സിലാക്കിയ ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല, ഒരു സാധ്യതകൾ അവിടെ ഇല്ല. എന്നാൽ യേശു ഈ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുവന്നതിൻ്റെ പിൻപിൽ തങ്ങളിലുള്ള അധികാരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അവരുടെ മുൻപിൽ യേശു ആരാണെന്ന് ഒരിക്കൽ കൂടെ ഒരു അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞ ആ സ്ഥിതിയിൽ, സാഹചര്യങ്ങൾ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്തതാണെങ്കിലും യേശുവിൻ്റെ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 37-ാമത്തെ വാക്യം, അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ എന്ന് കൽപ്പിച്ചത്. നോക്കുക, ഗുരുവാരിക്കുന്ന യേശു അവിടെയുണ്ട്. യേശു ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അധികാരം ഫലമേൽപ്പിച്ചതായ ഈ ശിഷ്യന്മാരും യേശുവിനോടൊപ്പമുണ്ട്. ഈ ഗുരു അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും.
അവർക്ക് കഴിയത്തില്ല എന്നുള്ളത് അവരാദ്യമേ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇത് നിർജ്ജന പ്രദേശമാണ്, നേരവും വൈകി ഭക്ഷിപ്പാൻ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ആ വാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയും. അപ്പോൾ അവരുടെ അസാധ്യതകളെ, അവരുടെ കഴിവില്ലായ്മയെ അവർ തുറന്നു പറയുമ്പോഴും യേശു ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു പരിശോധനയായിട്ടാണ്, അല്ലെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യുകയാണ് കർത്താവ്. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അപ്പോൾ ഒരു മറുപടി അവരുടെ ഭാഗത്തുണ്ടാകുന്നത്, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്കിങ്ങനെയാണ്, അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിനെന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിലുള്ളതായിരിക്കുന്ന സാധ്യതകൾ വളരെ ലഘുവാണ്. അവർ പറയുന്ന 5 അപ്പവും 2 മീനും. ഈ പുരുഷാരത്തെ എണ്ണി നോക്കിയാൽ തന്നെ അറിയാം, ഇത് ഒന്നും ആകത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും. ഈ കാര്യം അവർ യേശുവിനോട് പറഞ്ഞു. 39 വാക്യം. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെ ഇരിക്കുന്നതായ, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്നതായ ശിഷ്യന്മാരിൽ യേശു നൽകിയിരിക്കുന്ന ചില അധികാരങ്ങൾ, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം എന്താണെന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവരിൽ വന്നിട്ടുണ്ട്. ഇവിടെയും ആ സാഹചര്യത്തിൻ്റെ മുൻപിൽ അവർ കൈമലർത്തുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ആകെപ്പാടെ 5 അപ്പവും 2 മീനും ഉള്ളു. എന്നാൽ ആ വസ്തുത യേശുവിടെ പറഞ്ഞ് അനന്തരം യേശു പറഞ്ഞൊരു കാര്യം, പുരുഷാരത്തെ എന്ത് ചെയ്യണം? പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത്, തങ്ങളുടെ ഗുരുവായിരിക്കുന്ന യേശുനാഥൻ എന്ത് ചെയ്യുകയാണ്? ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. നോക്കുക, ഇത് നിർജ്ജന പ്രദേശം, നേരെ നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഒന്നുമില്ല എന്നുള്ളതായ ചില തടസ്സങ്ങളൊക്കെ അവർ ഉന്നയിച്ച് യേശുവിനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. എന്നാൽ യേശു അപ്പം വാഴ്ത്തി മറ്റാരുടെയും കയ്യിലല്ല കൊടുക്കുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി താൻ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയ ഈ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് തന്നെയാണ് ഈ അപ്പവും കൊടുക്കുന്നത്. ആ അപ്പം ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. 42 വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി കഷണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവർ 5000 പുരുഷന്മാരായിരുന്നു. ഈ സംഭവം ഞാനിവിടെ വിവരിച്ചതിൻ്റെ താല്പര്യം, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടൊരു ഭാഗമുണ്ട്. എന്താണത്? 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടൊരു ഭാഗമുണ്ട്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ധാരാളം ശിഷ്യന്മാർ ഉണ്ടെങ്കിലും യേശു ഇവിടെ ബോധിച്ചവരായി ചിലരെ വിളിക്കുന്നുണ്ട്. ആ വിളിച്ചത് എന്തിനായിരുന്നു? തന്നോടുകൂടെ ആയിരിക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടിയായിരുന്നു. പ്രസംഗിക്കേണ്ടതിന്, അയക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യേശു അവരെ വിളിച്ചു വരുത്തി. അടുത്ത വാക്കിങ്ങനെ വായിക്കുന്നത്, അവരെ നിയമിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നിയമിക്കപ്പെട്ട ശിഷ്യന്മാരാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്ന
ഈ പ്രത്യേക സ്ഥലത്ത്, നിർജ്ജനമായ സ്ഥലത്ത് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ അവർ കൈമലർത്തുകയാണ്. എന്നാൽ അധികാരമുള്ളതായ ശിഷ്യന്മാർ തങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ളതായ യാഥാർത്ഥ്യം പോലും പല സന്ദർഭങ്ങൾ തിരിച്ചറിയാതെ അത് മറന്നു കഴിഞ്ഞു. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അവരുടെ കയ്യിലൂടെ 5 അപ്പവും 2 മീനും അത് വർദ്ധിപ്പിച്ച് ജനം തിന്ന് തൃപ്തരാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തിയതായ ഈ ശിഷ്യന്മാരാണ് പിൻകാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാരെന്ന പേരിൽ 12 പേരെ അവിടെ പേര് ഇട്ടവിടെ വിളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായി ബോധിച്ചവരായി, കർത്താവ് ഇഷ്ടപ്പെട്ടവരായി തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തിയവരെ കർത്താവ് അവരെ വിളിക്കുന്നത് കാണാൻ കഴിയുന്നത് അവരുടെ പേര് പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് പേരിടുന്നത് ഇങ്ങനെയാണ്. 3:15 ശിമോൻ പത്രോസ് എന്ന് പേരിട്ടു. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, അവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനഗർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂദാ എന്നിവരെ തന്നെ. അപ്പോൾ 12 പേരെ അവിടെ വെച്ച് അപ്പോസ്തലന്മാരെന്ന പേര് അവർക്ക് ചാർത്തപ്പെട്ടു. ആ 12 പേർ ശക്തമേറിയിരിക്കുന്ന കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവിക അധികാരം പ്രാപിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച ഭാഗം, യേശുവൻ ചിലരെ വിളിച്ചു. അത് തനിക്ക് ബോധിച്ചവരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. ആ വിളിയുടെ പിൻപിലെ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒന്ന്, തന്നോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നാം യേശുവിൻ്റെ ശിഷ്യനാണെങ്കിൽ നിശ്ചയമായും യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ആയിരിക്കണമെന്നുള്ളത് യേശുവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എന്തിനാണ് യേശുവിൻ്റെ അടുക്കൽ ആയിരിക്കുന്നത്? വേറൊന്നിനുമല്ല, നമ്മളെ അയക്കേണ്ടതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? പ്രസംഗിക്കുവാൻ, ഉപദേശിക്കുവാൻ അയക്കേണ്ടതിന് വേണ്ടി. 3, ചില അധികാരങ്ങൾ നമ്മൾക്ക് തന്ന, ചിലതിനെ അധികാരത്തിൽ നിന്നുകൊണ്ട് ചിലരുടെ വിടുതലിന് ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. യഥാർത്ഥമായിരിക്കുന്ന ഒരു ശിഷ്യനാണ് നാമെങ്കിൽ നിശ്ചയമായും അവൻ്റെ വിളിക്ക് അനുസൃതമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നവരായിരിക്കും. ഇന്നത്തെ രാത്രിയിൽ, ഈ എപ്പിസോഡിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ തൻ്റെ അടുക്കൽ വിളിച്ചതുപോലെ നമ്മെ വിളിക്കുമ്പോഴും നാം വഴിമാറി പോകുന്നവരായി തീരരുത്. അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് എന്താണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ സന്നദ്ധരായി തീരുവാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അതിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ദൈവജനം പഠിപ്പിക്കുവാൻ അവസരം ഒരുക്കി തരുന്ന മിനിസ്റ്ററുടെ എല്ലാ ഔദ്യോഗിക ചുമതല വഹിക്കുന്നവർ, പ്രത്യേകാൽ ഈ പേജിൻ്റെ മുഖ്യ അഡ്മിനായിരിക്കുന്ന പ്രിയ തോമസ് അങ്കിളിനും മറ്റ് ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.